Hi friends, welcome back to my channel Sabeena's Creative and Colors. അപ്പോൾ നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ നാരങ്ങ ഫ്ലവർ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് പപ്പങ്ങ തൊലി ഉപയോഗിച്ചുകൊണ്ടിട്ടുള്ള ഒരു അടിപൊളി ഫ്ലവർ ആണ്. അപ്പോൾ അതിന് എന്തൊക്കെ സാധനങ്ങൾ വേണമെന്ന് വെച്ചാൽ പപ്പങ്ങയുടെ തൊലി വേണം, പിന്നെ അതിൽ കളർ അടിക്കാനുള്ള കുറച്ച് കളേഴ്സ് വേണം, പിന്നെ ഫെവിക്കോൾ വേണം, ഫെവിക്കോൾ കുറച്ച് മണ്ണ്, പിന്നെ ക്ലിയർ വാർണിഷ് വേണം. അപ്പം നമ്മുടെ ഫ്ലവർ ചെയ്യുവാനായിട്ട് ആദ്യം തന്നെ നമ്മുടെ പപ്പങ്ങയുടെ മൂട് ഭാഗം മുറിച്ചെടുക്കുക. എന്നിട്ട് അതിന് ചുറ്റിനും ഓരോ ഇതളുകളുടെ ഷേപ്പിൽ മുറിക്കുക. ഈ ഇതളുകൾ ജസ്റ്റ് ഒന്ന് വരച്ചിട്ട് വേണമെങ്കിൽ മുറിച്ചാലും മതി. ഇപ്പം നമ്മുടെ പപ്പായ ഫ്ലവർ പകുതി റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നന്നായിട്ട് വെയിലത്ത് വെച്ച് ഉണക്കിയെടുക്കാം. അപ്പോൾ നമ്മുടെ പപ്പായത്തൊലിയുടെ പൂവ് 2 ദിവസം നന്നായിട്ട് വെയിലത്തിരുന്ന് ഉണങ്ങിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ പൂമ്പൊടി റെഡിയാക്കാം. അതിനായി നമുക്ക് ഫെവിക്കോൾ നമ്മുടെ പൂവിൻ്റെ നടുഭാഗത്ത് തേച്ചു കൊടുക്കാം. അങ്ങനെ ആ പശ തേച്ച് കഴിയുമ്പോൾ ആ പശയുടെ മുകളിലേക്ക് കുറച്ച് മണ്ണിട്ട് കൊടുക്കാം. എന്നിട്ട് ബാക്കിയുള്ള മണ്ണ് തട്ടിക്കളയാം. അപ്പോൾ ഈ പൂവിൻ്റെ ഇതളുമ്മിലൊക്കെ ഇരിക്കുന്ന മണ്ണ് നമുക്കൊരു ബ്രഷ് ഉപയോഗിച്ച് തട്ടിക്കളയാം. എന്നിട്ടിത് വീണ്ടും ഉണക്കാൻ വെക്കാം. അപ്പോൾ നമ്മുടെ പപ്പായ ഫ്ലവർ നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിത് പെയിൻ്റ് അടിച്ച് ഭംഗിയാക്കാം. യെല്ലോയും റെഡും കൂടി മിക്സ് ആയിട്ടുള്ള ഒരു ഷെയ്ഡാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ആദ്യം നമുക്ക് യെല്ലോ കളർ പെയിന്റ് എടുത്ത് നമ്മുടെ പപ്പായക്ക് മുഴുവനായിട്ടും പെയിന്റ് അടിച്ചു കൊടുക്കാം. യെല്ലോ കളർ ഉണങ്ങിക്കഴിയുമ്പോൾ അതിൻ്റെ മുകളിൽ നമുക്ക് ഓറഞ്ച് കളർ ഷെയ്ഡ് ചെയ്തടിക്കാം. വീണ്ടും നമുക്ക് ഓറഞ്ച് കളർ ഉണങ്ങിക്കഴിയുമ്പോൾ അതിൻ്റെ മുകളിൽ റെഡ് കളർ അടിച്ചു കൊടുക്കാം. ഇത് ഫെവിക്രൈലിൻ്റെ 3D ഔട്ട്ലൈനർ ബ്ലാക്ക് കളറാണ്. നമുക്ക് ഈ ബ്ലാക്ക് കളർ വെച്ചിട്ട് നമ്മുടെ പൂവിൻ്റെ സെൻറ്ററിൽ ജസ്റ്റ് ഇങ്ങനെ ഡോട്ട് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഗ്രീൻ കളർ ഉപയോഗിച്ച് നമ്മുടെ പൂവിൻ്റെ അടിഭാഗത്ത് വിതളം വരച്ചു കൊടുക്കാം. ഇനി അവസാനം നമുക്ക് നമ്മുടെ ഫ്ലവറിൽ വാർണിഷ് അടിച്ചു കൊടുക്കാം. വാർണിഷ് അടിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്നൊന്നും അത് ചീത്തയായി പോവില്ല.
ഇത് ഫെവിക്കോൾ A+ പശയാണ്. ഈ പശ ഉപയോഗിച്ച് ഞാൻ ഈ ഫ്ലവർ നമ്മുടെ ഈ കൊട്ടയുടെ മുകളിലായി ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഇതാ ഇപ്പം നമ്മുടെ മനോഹരമായ പപ്പായ തൊലി ഉപയോഗിച്ചിട്ടുള്ള ഫ്ലവർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇന്നത്തെ നമ്മുടെ പപ്പായ തൊലി ഉപയോഗിച്ചിട്ടുള്ള ഫ്ലവർ ഇഷ്ടമായോ? ഇഷ്ടമായെങ്കിൽ വീട്ടിൽ പപ്പായ വാങ്ങുമ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇനി മറ്റൊരു വീഡിയോയുമായി കാണുന്നത് വരെ ടാറ്റാ ബൈ ബൈ.